ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹോ. കൃഷ്ണമ്മയുടെ ഇപ്പോഴത്തെ പ്രശ്നം ഭർത്താവ് ശ്രീഹർഷന്റെ പഴയ കാമുകി ഹാർമികയാണ്. ഭർത്താവിനൊരു പഴയ പ്രണയം ഉണ്ടായിരുന്നതായി കൃഷ്ണമ്മയ്ക്ക് അറിയാമായിരുന്നുവെങ്കിലും വീണ്ടും അതവരുടെ ജീവിതം അലങ്കോലമാക്കാൻ അവരിലേക്ക് കടന്നു വരുമെന്ന് അവൾ കരുതിയതേയില്ലായിരുന്നു. അങ്ങനെ കരുതാനുള്ള കാരണം ശ്രീക്ക് അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടുകാർക്ക് താല്പര്യമില്ലെന്ന ഒറ്റ കാരണത്താൽ ഹാർമിക തന്നെയായിരുന്നു സ്ത്രീയെ ഒഴിവാക്കിയതും വിട്ടുപോയതും. അതേ തുടർന്ന് ഹാർമിക മറ്റൊരാളെ വിവാഹം കഴിക്കുകയും അതിന്റെ പേരിൽ സ്ത്രീ കുറച്ചുകാലം നിരാശയോടെ കഴിയുകയും ചില മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം 1.5 വർഷത്തിന് ശേഷമാണ് കൃഷ്ണമ്മയുമായുള്ള വിവാഹം നടക്കുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും. കഴിഞ്ഞ 4 വർഷമായി പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃഷ്ണമ്മയുടെയും ശ്രീഹർഷന്റെയും ജീവിതം കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഒരു പഴയ കൂട്ടുകാരന്റെ കല്യാണത്തിനിടയിൽ വളരെ യാദൃശ്ചികമായി ഹാർമികയെയും ശ്രീയും വീണ്ടും കണ്ടുമുട്ടുന്നതോടെ ഹാർമികയിൽ അതുവരെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ശ്രീയോടുള്ള പഴയ ഇഷ്ടങ്ങൾക്ക് പിന്നെയും ചിറകു മുളയ്ക്കുകയായിരുന്നു. ആ കല്യാണ പരിപാടിയിൽ ശ്രീക്കൊപ്പം കൃഷ്ണിമയും ഉണ്ടായിരുന്നുവെങ്കിലും ഹാർമികയുടെ നോട്ടം മുഴുവൻ ശ്രീയിലായിരുന്നു. കൃഷ്ണിമ ആദ്യം അതത്ര കാര്യമാക്കിയില്ലെങ്കിലും ഹാർമികയുടെ നോട്ടത്തിൽ പഴയ ആരാധന തെളിയാൻ തുടങ്ങിയതോടെ കൃഷ്ണമ്മയുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി. എത്രയൊക്കെ അകന്നാലും പഴയ കമിതാക്കൾ എന്നും തീയും വെടിമരുന്നും പോലെയാണെന്നവൾക്കറിയാം. ഒരു തീപ്പൊരി തന്നെ ധാരാളമാണ് എല്ലാം ആളിപ്പടർന്ന് ചുറ്റുമുള്ളതെല്ലാം കത്തിച്ചു ചാമ്പലാക്കാൻ. 3 കാര്യങ്ങൾ കൊണ്ടാണ് അവളിൽ ആ സമയം അത്രയും ഭയം നിറഞ്ഞത്. അതിലൊന്ന്, വീണ്ടും അവനെ കൃഷ്ണമ്മയിൽ നിന്ന് അവളിലേക്ക് വലിച്ചടുപ്പിക്കുമോ എന്നത്. 2, ചെറുപ്പത്തിലെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ അവൾ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്നതും. അന്ന് അവളെ ആ ഒറ്റപ്പെടലിനിടയിൽ നിന്നും സംരക്ഷിച്ചു പിടിച്ച് വളർത്തി വലുതാക്കിയ ഏക ആശ്രയമായിരുന്ന അച്ഛമ്മയും ഇന്നില്ല എന്നതും. തിരിച്ചു പോകാൻ വീടുണ്ടെങ്കിലും കൂട്ടിന് ആളില്ലെന്ന ഭയവും. 3, തന്നെ തിരഞ്ഞെത്തിയ സുഗന്ധമാണവനെന്ന വിശ്വാസത്തോടെ സ്വന്തം ജീവനേക്കാളും ഏറെ ഇന്ന് കൃഷ്ണമ്മ അവനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടും. ആ കല്യാണ പന്തലിൽ വെച്ചവൾ മറ്റൊന്നുകൂടി അറിഞ്ഞു. ഭർത്താവുമായുള്ള സൗന്ദര്യപ്പിണക്കവുമായി അയാളെ വിട്ട് ഹാർമിക സ്വന്തം വീട്ടിൽ തന്നെയാണ് കുറച്ചു നാളായി ഉള്ളതെന്നും ചിലപ്പോൾ ആ ബന്ധം ഡിവോഴ്സിൽ അവസാനിക്കാനാണ് സാധ്യതയെന്ന് കൂടി കേട്ടതോടെ അവളുടെ നെഞ്ചിൽ തീയാളാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം ഹാർമിക ശ്രീയിൽ നിന്ന് അവന്റെ ഫോൺ നമ്പർ കൂടി വാങ്ങി അവളുടെ ഫോണിൽ സേവ് ചെയ്യുന്നത് കൂടി കണ്ടതോടെ കൃഷ്ണമ്മയുടെ ഹൃദയം നിന്ന് കത്താൻ തുടങ്ങി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ശ്രീക്ക് പിന്നാലെ സ്ത്രീയെ അനുഗമിച്ച് ഹാർമികയും ഹാളിന് പുറത്തു വരെ വന്നു. ഞങ്ങൾ കാറിൽ തിരിച്ചു പോരുമ്പോൾ പോലും കാഴ്ചയിൽ നിന്നും മറയും വരെ ഹാർമികയുടെ കണ്ണുകൾ ശ്രീയിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു എന്നതും അവളെ അസ്വസ്ഥയാക്കി. ശ്രീ സ്വന്തമായത് മുതൽ കൃഷ്ണമ്മയിൽ നിലകൊണ്ടിരുന്ന സന്തോഷമെല്ലാം ആ സമയം മുതൽ കൃഷ്ണമ്മയ്ക്ക് കൈമോശം വന്നിരുന്നു. വീടെത്തിയിട്ടും അവളുടെ ചിന്തകൾ അതുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെയായിരുന്നു. രാത്രിയിലെ ഉറക്കവും പകലിന്റെ സമാധാനവും അവൾക്ക് നഷ്ടമായി. കുറച്ചു ദിവസത്തിനപ്പുറം ഒരു ദിവസം രാവിലെ ശ്രീക്ക് പ്രാതൽ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കെ പെട്ടെന്ന് ശ്രീയുടെ ഫോണിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ശബ്ദം കേട്ടതും കൃഷ്ണമ്മയുടെയും ശ്രീയുടെയും നോട്ടം ഒന്നിച്ച് ഫോണിലായതും കൃഷ്ണമ്മ ഫോണിൽ ഹാർമികയുടെ പേര് കണ്ട് ആ നിമിഷം അവളുടെ ഹൃദയം പെട്ടെന്നൊന്ന് പിടഞ്ഞു. ശ്രീ പെട്ടെന്ന് തന്നെ ഫോണിന്റെ സൈഡ് സ്വിച്ച് പിടിച്ചമർത്തി ഫോണിലെ ലൈറ്റ് കെടുത്തി ഫോൺ കമഴ്ത്തി വെച്ചതും കൃഷ്ണമ്മയുടെ നെഞ്ച് പിന്നെയും ഒന്ന് വെട്ടി. 2 ദിവസത്തിനു ശേഷം ഒരു ഫോൺ വന്നതും ശ്രീ ഫോണുമായി വീടിന് പുറത്തിറങ്ങി ഗേറ്റിനടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി. സാധാരണ വീട്ടിലുള്ളപ്പോൾ ആരുടെ ഫോൺ വന്നാലും ടിവിയുടെ വോളിയം കുറച്ച് അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാറുള്ള ശ്രീയുടെ മാറ്റം കൃഷ്ണമ്മയ്ക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുന്നതായിരുന്നു. കാര്യങ്ങൾ പതിവിന് വിപരീതമായി സംഭവിക്കാൻ തുടങ്ങിയതോടെ തന്റെ പ്രിയപ്പെട്ടവൻ തന്നിൽ നിന്നും പതിയെ അകലുകയാണെന്ന സത്യം കൃഷ്ണമ്മ മനസ്സിലാക്കി. എന്നാലും സ്ത്രീയെ നഷ്ടപ്പെടുകയാണെന്ന് അവൾക്ക് ഓർക്കാൻ കൂടി സാധിക്കുമായിരുന്നില്ല. എത്രയൊക്കെ വേദനകൾ നൽകി പിരിഞ്ഞു പോയാലും പഴയ കാമുകിയെ മിക്ക ആണുങ്ങളും അത്ര പെട്ടെന്ന് മറക്കില്ലെന്ന സത്യം അവളെ അന്നേരം ഏറെ വേദനിപ്പിച്ചു. അതോടെ അവൾ പതിയെ സ്ത്രീയിൽ നിന്നും ഉൾവലിയാൻ തുടങ്ങി. എന്നിട്ടും സ്ത്രീയെ നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമായ കൃഷ്ണിമ ഒരു ദിവസം ഫോണുമായി പുറത്തിറങ്ങിയ സ്ത്രീ ഹാർമികയുമായി സംസാരിക്കുന്നത് ഒളിച്ചു കേൾക്കാൻ ശ്രമിച്ചു. അവർ പറയുന്നതെല്ലാം കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ സംസാരത്തിൽ നിന്ന് തെറിച്ചു അവളുടെ കാതുകളിൽ വീണ ബീച്ച്, കാണാം, 5 മണി എന്നീ 3 വാക്കുകളിൽ അവളുടെ ശ്രദ്ധ വല്ലാതെ പതിഞ്ഞു. അതിൽ നിന്ന് അവൾ കാര്യങ്ങളെ കൂടുതലായി ഊഹിച്ചു മനസ്സിലാക്കി. അവർ തമ്മിൽ അന്ന് വൈകുന്നേരം 5 മണിക്ക് ബീച്ചിൽ വെച്ച് കാണാൻ പോകുന്നു എന്നത്
കൃഷ്ണമ്മയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. അതോടെ സങ്കടങ്ങളുടെ അഗ്നിപർവ്വതം പോലെ അവളിൽ നിന്ന് ഉരുകാൻ തുടങ്ങി. സങ്കടങ്ങളെല്ലാം പെരുകി വന്നതോടെ ഉള്ളിലുള്ളതെല്ലാം ഒന്നിച്ചു പൊട്ടിത്തെറിച്ച് സ്വയം ഇല്ലാതാകുമോ എന്ന് ഭയപ്പെട്ട അവൾ അവസാനം ഒരു ആശ്വാസത്തിനായി ശ്രീയുടെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട അവളോട് അമ്മ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അവരുടെ കണ്ടുമുട്ടൽ നമുക്കും ഒന്ന് കണ്ടു കളയാമെന്ന്. അമ്മയും തീർത്തു പറഞ്ഞു. എന്നാൽ അവൾക്ക് ആ കാഴ്ച കാണാനുള്ള ത്രാണി അപ്പോഴും ഇല്ലായിരുന്നു. എന്നാൽ അമ്മയുടെ വാക്കുകളെ നിഷേധിക്കാനുള്ള ശക്തിയും അവൾക്കില്ലായിരുന്നു. അങ്ങനെ അന്ന് ശ്രീ ഇറങ്ങിയതിന് പിന്നാലെ അവരും ഇറങ്ങി. ശ്രീ കാണാതെ അവരും അവന് പിന്നാലെ ബീച്ചിലെത്തി. കുറച്ചു കഴിഞ്ഞതോടെ അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് ശ്രീ ഹാർമികയ്ക്കായി കാത്തു നിൽക്കുകയും വളരെ സന്തോഷത്തോടെയും ചിരിച്ച മുഖത്തോടെയും ഹാർമിക അവനടുത്തേക്ക് കടന്നു വരികയും ചെയ്തു. അത് കണ്ടതും കൃഷ്ണമ്മയുടെ ഉള്ളു കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. എന്നാൽ അതേ കാഴ്ച കണ്ട അമ്മ കൃഷ്ണമ്മയെ നോക്കി അവളോട് പറഞ്ഞു, നീ നോക്കിക്കോ, ആ പെണ്ണിന്റെ ചിരിച്ച മുഖം ഇപ്പൊ മാറും. അമ്മ അത് പറഞ്ഞു നിർത്തുന്നതും അടുത്ത നിമിഷം ഹാർമികയുടെ മുഖം മാറി. ആഗ്രഹിച്ചത് കേൾക്കാൻ കഴിയാത്ത ഭാവങ്ങൾ കൊണ്ട് അവളുടെ മുഖം നിറഞ്ഞു. അമ്മ പറഞ്ഞത് അവിടെ സംഭവിച്ചെങ്കിലും അത് കണ്ട് കൃഷ്ണമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ശ്രീയുടെയും ഹാർമികയുടെയും സംഭാഷണം അവസാനിക്കുകയും വിവരണമായ മുഖത്തോടെ ഹാർമിക തിരിച്ചു പോവുകയും ചെയ്തു. അത് കണ്ട അമ്മ കൃഷ്ണമ്മയോട് പറഞ്ഞു, പല പെണ്ണുങ്ങൾക്കും ഒരു വിചാരമുണ്ട്, ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടി പോലെയാണ് പഴയ കാമുകനെന്നും. ഇൻട്രസ്റ്റ് അടച്ച് മുതൽ തിരിച്ചെടുക്കും പോലെ എപ്പോൾ വേണമെങ്കിലും അവരെ തിരിച്ചെടുക്കാമെന്നും. എന്നാൽ ഈ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, പ്രണയിച്ച പെണ്ണിനെ അവരൊരിക്കലും മറക്കില്ല എന്നതുപോലെ സ്വന്തം ഭാര്യയെ കൈവിട്ട് അവളെ തിരിച്ചവർ ഒരിക്കലും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയുമില്ല. ഒരാണ് ഒരുവൾക്ക് വേണ്ടി വാശി പിടിക്കുകയും അവൾക്ക് വേണ്ടി ഈ ലോകം തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യും. എന്നാൽ പോലും എന്തെങ്കിലും കാരണം കൊണ്ട് അതിനൊരു കോട്ടം തട്ടി അവർ മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്താൽ പിന്നെ അവളെ പൊന്നിൽ തീർത്തു കൊടുത്താൽ പോലും അവരവളെ സ്വീകരിക്കണമെന്നില്ല. ആണുങ്ങൾക്ക് സ്വന്തം ഭാര്യമാരോട് പലപ്പോഴും ദേഷ്യവും കോപവും ഇഷ്ടക്കുറവും ഒക്കെ ഉണ്ടാവുമെങ്കിലും അവർക്കുള്ളിൽ അവരുടെ കുഞ്ഞിന്റെ അമ്മയോട് അവർക്ക് വലിയൊരു മതിപ്പുണ്ട്. എക്കാലവും മാറ്റമില്ലാതെ തുടർന്ന ഒന്നാണത്. ഒരുവൾ എത്ര സുന്ദരിയും പ്രിയപ്പെട്ടവളുമായിരുന്നാൽ പോലും ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരവസരം മാത്രമേ നൽകുകയുള്ളൂ. അതുപോലും പല പെണ്ണുങ്ങൾക്കും അറിയുകയെ പോലുമില്ല. സ്ഥിരം ഒരു കാമുകി മാത്രമായിരിക്കണോ അതോ ഭാര്യയും അവന്റെ കുഞ്ഞിന്റെ അമ്മയും ആയിരിക്കണമോ എന്നത് അവൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ തീരുമാനമായിരിക്കാം. എന്നാൽ എക്കാലവും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരിക്കൽ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നതുകൊണ്ട് അവർ കാമുകിയെ എല്ലാ വിധത്തിലും പരിഗണിച്ചേക്കാം, സ്വന്തം ജീവിതത്തിലേക്ക് വീണ്ടും അവരെ ചേർത്ത് വെക്കുന്നതൊഴിച്ച്. നമ്മൾ ഇപ്പോൾ അവിടെ കണ്ടത് അതാണ്. അവളെപ്പോലുള്ളവർക്ക് ഇത്തരം സന്ദർഭം വന്നു ചേരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് മാത്രം. അവനു വേണ്ടി നിന്റെ ആലോചന വന്നപ്പോൾ ഞങ്ങളിൽ പലരും അവനോട് ചോദിച്ചു, ഒരച്ഛമ്മയല്ലാതെ ഉറ്റവരും ഉടയവരുമായി അങ്ങനെ പറയത്തക്ക ബന്ധുക്കൾ ആരുമില്ലാത്ത കൊച്ചാണ്, ഈ ബന്ധം നമുക്ക് വേണമോ എന്ന്. അന്നവൻ അതിന് മറുപടി പറഞ്ഞത്, അങ്ങനെയെങ്കിൽ അവളുടെ സ്നേഹം പങ്കുവെച്ച് പോകാതെ അവൾ എന്നെ മാത്രം സ്നേഹിച്ചോളുമല്ലോ എന്നാണ്. അമ്മ അത് പറഞ്ഞതും കൃഷ്ണമ്മയുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുകയും അവളുടെ കണ്ണുകളിലെ തിളക്കം വീണ്ടും അവളിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ആ സമയം ശ്രീയും അവർക്ക് മുന്നിലോട്ട് എത്തിപ്പെടുകയും പെട്ടെന്ന് അവരെ അവിടെ കണ്ട് അത്ഭുതപ്പെടുകയും തുടർന്ന് അവരെ നോക്കി നിങ്ങളിവിടെ എന്ന് ചോദിച്ചതും അമ്മ പറഞ്ഞു, ഞങ്ങൾ ബീച്ച് കാണാൻ വന്നതാണെന്ന്. എന്നാൽ പോയാലോ എന്നമ്മ തിരിച്ചവനോട് ചോദിച്ചതും അവൻ അതിന് ഒന്ന് തലയാട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറാനായി പോയതും കാറിന്റെ മുന്നിലെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തുകൊണ്ട് അമ്മ അവളോട് പറഞ്ഞു, അവനോടൊപ്പം ഈ സീറ്റ് എന്നും നിനക്ക് അവകാശപ്പെട്ടതാണെന്ന്. അത് കേട്ടതും കൃഷ്ണമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു.